വേദനിപ്പിക്കുന്ന കുറെ കാര്യങ്ങൾ നീ ഇപ്പോൾ അറിയാൻ തുടങ്ങിയാണ്. മാടമ്പിള്ളിയിലെ മാനസിക രോഗി നീ വിചാരിക്കുന്ന പോലെ ശ്രീദേവിയല്ല. ആ രോഗി നിന്റെ ഗംഗയാണ്. അവിടെ വെച്ച് ഗംഗയിൽ നിന്നും ഒരു പ്രത്യേക തരം സൈക്കിക് വൈബ്രേഷന്റെ അനുഭവം എനിക്ക് കിട്ടാൻ തുടങ്ങി. വേദനയോടെ ഞാൻ മനസ്സിലാക്കി, ഞാൻ അന്വേഷിച്ച് നടക്കുന്ന മാടമ്പിള്ളിയിലെ യഥാർത്ഥ മനോരോഗി എന്റെ അടുത്ത് നിൽക്കുന്ന ഗംഗയാണെന്ന്. ഗംഗ പ്രതികരിച്ചു അതിശക്തമായി. ആ നിമിഷങ്ങളിൽ ഒരു നിമിഷം ഗംഗ നാഗവല്ലിയായി മാറുകയായിരുന്നു. ഗംഗയുടെ അസുഖം അതാണ്. ചില നേരങ്ങളിൽ ഗംഗ നാഗവല്ലിയായി മാറുന്നു. കഷ്ടപ്പെട്ടാ ജീവിക്കുന്നത് ഇവിടെ. എന്തോ എങ്ങനെ കോമഡി ഈ രോഗബാധയുണ്ടാകുമ്പോൾ രോഗിക്ക് അമാനുഷികമായ കഴിവുകളാണ്. പഴമക്കാർ ഇതിനെ ബാധ കൂടിയതാണെന്നൊക്കെ പറയും. പക്ഷെ ഇതൊക്കെ താനാണ് ചെയ്യുന്നതെന്ന സത്യം പാവം ഗംഗ അറിയുന്നില്ല. ഗംഗയിലെ ചിത്തരോഗിയുമായി സംസാരിച്ചു. ഭാഷ തമിഴായിരുന്നു. ന്യൂറോസിസിൽ തുടങ്ങി സൈക്കോസിസിന്റെ, ചിത്തഭ്രമത്തിന്റെ സങ്കീർണമായ മേഖലകളിലൂടെ സഞ്ചരിച്ച് വല്ലാത്ത ഒരു കൊലപാതക പ്രവണതയുമായി നിൽക്കുകയായിരുന്നു ഗംഗ അന്നവിടെ. വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നതായിരിക്കും ഇത്രയും മെസ്സി ആയിട്ട് ഞങ്ങൾ എവിടെയാണ്. അപ്പൊ രണ്ടാഴ്ച മെസ്സി ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്റെ കുറെ മൈ ഫ്രണ്ട്സ്. അപ്പം രണ്ടാഴ്ചകൾക്ക് ശേഷം ഞങ്ങൾ കുറെ നാൾക്ക് ശേഷം ഇപ്പൊ വീട്ടിലേക്ക് പോകാൻ പോകുന്നത്. ഒരു ഗ്യാപ്പിന് ശേഷം ഷൂട്ട് കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ കഴിഞ്ഞ ആഴ്ച അതിന് മുന്നത്തെ ആഴ്ച ഒന്നും വീട്ടിൽ പോകാൻ പറ്റില്ല. അങ്ങനെ അമ്മയ്ക്ക് പരാതിയായിട്ട് അമ്മ എടുത്ത് നമ്മൾ പോവാണ്. അത് തന്നെ. അപ്പൊ ഏകദേശം സാധനമൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. സ്റ്റാൻഡ് ട്രാവലിംഗ് വ്ലോഗ് ചെയ്യുക അല്ലേ, പോകുന്നതും വീട്ടിലെത്തുന്നതും ഇപ്പൊ വീട്ടിൽ പറഞ്ഞിട്ടില്ല അമ്മേടെ അടുത്ത് വരുമെന്നൊന്നും. അമ്മയൊന്ന് ചോദിക്കുന്ന പോലും 2-3 ആഴ്ചയല്ലോ വീട്ടിൽ പോയിട്ട്. ഇപ്പം സാധാരണ എല്ലാ ആഴ്ചയിലും അമ്മ ചോദിക്കുന്നതാണ് വരുന്നത്. പറഞ്ഞാലോന്ന് വിചാരിച്ചോണ്ടിരിക്കുകയാണ്. പറഞ്ഞില്ല, പറഞ്ഞാലോ എന്ന് വിചാരിച്ചോണ്ടിരിക്കുകയായിരുന്നു. ഇനി പറയണ്ടെന്ന് പറഞ്ഞല്ലോ. പക്ഷെ ഇതിനകത്തുള്ള രസമുണ്ടല്ലോ നിന്നെ കാണാന്. ഇത്ര രസമൊന്നും ഇല്ല കേട്ടോ നേരിട്ട് കാണാന്. ഫിൽറ്ററാ? അല്ല ഫിൽറ്റർ അല്ല, മേക്കപ്പ് കുറച്ച് കുറവുണ്ട്. അതാണ് ഇത് കണ്ടോ, തിളങ്ങുന്നുണ്ട്. ഇത് ഹൈലൈറ്ററാ. ഇറങ്ങാ വാ. ട്രോള് പിടിയടി പോയി. കട്ട് ചെയ്തില്ലല്ലോ. ഞാൻ എല്ലാ പണികളും കഴിഞ്ഞു, പാത്രവും കഴുകി, കിച്ചൺ ക്ലോസ് ചെയ്യാൻ നേരത്തെ ഒരാൾക്ക് നമ്മുടെ ഇതില്ലേ കാഷ്നട്ട് നെയ്യില് ഉപ്പും എന്റെ ഫേവറേറ്റ് ആണ്, മുളകും ഇട്ട് വറുത്ത് കൊടുക്കണം എന്ന് ഭയങ്കര ആഗ്രഹം. അങ്ങനെ ഞാൻ കുറച്ച് എടുക്കത്തുള്ളൂ, ഞാൻ കഴിക്കത്തുള്ളൂ. ഇഷ്ടമല്ല ചോറുണ്ടെന്ന പോലെ എല്ലാ ദിവസവും നേരത്തെ ഇറങ്ങണമെന്ന് പറഞ്ഞ് 6:30 എന്നെ ഓഫീസിന് വിളിച്ചിറക്കും. ഞങ്ങൾ വിചാരിക്കും ഒരു 6-6:30 ആകുമ്പോഴത്തേക്ക് ഞാൻ ഇവിടെ വരുമ്പോഴത്തേക്ക് ഒരു 7 മണിക്ക് ഇറങ്ങാമെന്ന് വിചാരിക്കും. പക്ഷേ മണി ഇപ്പൊ 9 മണി ആയാലും ഇറങ്ങത്തില്ല. അപമാനം പറയുന്ന എന്റെ ഭർത്താവല്ലാതെ വേറെ ആരുമില്ല. കൺഗ്രാറ്റുലേഷൻസ്. എന്താടി ഓ കിച്ചന്റെ ഒക്കെ അവസ്ഥയെ ഇതെങ്ങനെയായിരുന്നു പറ. ചോറ് വേണം, കൊഞ്ച് വറുത്തത് വേണം, കാഷ്നട്ട് വറുത്തത് വേണം, ഒക്കെ ചെയ്തിട്ട് വീണ്ടും വൃത്തിയിടായ. എനിക്കൊരു അബദ്ധം പറ്റിയായിരുന്നു. അങ്ങോട്ടേക്ക് ഇറങ്ങി ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഞാൻ കണ്ടിട്ട് കാഷ്നട്ട് വറുത്തിട്ട് അത് ഈ സിബ് ബാഗിൽ എടുക്കാൻ കരുതി ഞാൻ പാനിൽ നേരെ ചുടോടെ കോരി ഇതിലോട്ട് ഇട്ടത്. അത്രയും തറയില്ല പോയി. അത് തറ വീണതല്ല, തറ വീണത് ഞാൻ കളഞ്ഞു. പക്ഷെ ഇത് പ്ലാസ്റ്റിക് മിക്സ്ഡ് കാഷ്യൂനട്ട്. ഞാൻ കാര്യം പറയട്ടെ, ഈ കാര്യം പറയണ്ട. അല്ല, പ്ലാസ്റ്റിക് പാത്രത്തിലെടുത്ത് ആരോഗ്യത്തിന് കേടാന്ന് എനിക്ക് സംഭവം അറിയായിരുന്നു. പിന്നെ സാരമില്ല, കുഴപ്പമില്ല, ഇന്നൊരു ദിവസത്തേക്ക് കഴിക്കാൻ തന്നെ. പക്ഷെ ഈ പ്ലാസ്റ്റിക്കിലെടുത്ത ഈ സാധനം ഉരുകി പോകുന്നുള്ള കാര്യം സ്വപ്നത്തിൽ പോലും ഞാൻ ചിന്തിച്ചില്ല. എന്ത് മന്ദബുദ്ധിയാണെന്ന് ഞാൻ അറിയിക്കണേ. ഇതെന്തോ ഈ കള്ളന്മാരെ കൂട്ട് നിന്നത് തിരിയുന്നേ. ഈ വേസ്റ്റ് ഇടുന്ന പരിപാടി മാത്രം എൻ്റെ അടുത്ത് പറയാൻ എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് തീരെ ഇഷ്ടമല്ല.
കാണുന്നവര് വിചാരിക്കും വീട്ടിലെ ജോലി മുഴുവൻ ചെയ്യുന്ന സജനാന്ന്. കുനിഞ്ഞൊരു കുപ്പ എടുക്കത്തില്ല കേട്ടോ. ഇതിപ്പോ ഞാൻ വൈറ്റ് കളർ ഡ്രസ് ആയതുകൊണ്ട് മാത്രം കയ്യും കാലും പിടിച്ചിട്ട് അതൊന്നും കൊണ്ട് വെളിയിൽ വെക്കാൻ ഞാൻ പറഞ്ഞിട്ട് വിടുക. അതൊക്കെ എടുത്താലോ? അങ്ങനെയല്ല, ലൈറ്റ് ഓഫ് ചെയ്തു. അങ്ങനെയല്ല, ഒന്ന് റീചെക്ക് ചെയ്തേ. ക്യാമറ എടുത്തു, ട്രോളി ബാഗ് എടുത്തു, എന്റെ ഹാൻഡ് ബാഗ്, ലൈറ്റ്, ലാപ്ടോപ്പ്, ചാർജർ എടുത്തോ? വീടിന്റെ കീ ക്യാഷ് ഔട്ട് എടുത്തിട്ടില്ല. ക്യാഷ് ഔട്ട് എടുത്തിട്ടില്ല. അതിന്റെ മൂടി എന്തിയെ? മൂടി എടുക്ക്. വീടിന്റെ കീ, കാറിന്റെ കീ. എന്റെ ഫോണോ? അയ്യോ, ഒന്ന് വിളിച്ചു നോക്കിയേ. എന്റെ ഫോൺ ഒന്ന് നോക്കിട്ടൊന്ന്. അവനോന്റെ ഫോൺ വേണമെങ്കിൽ നോക്കാം. നിന്റെ ഫോൺ എനിക്ക് എങ്ങനെ അറിയാവുന്നേ? ബാഗിലിട്ടായിരുന്നോ? ആണോ? അപ്പം ഞങ്ങള് അടൂരെത്തി. ഓ, എനിക്ക് നോക്കാൻ പറ്റുന്നില്ല വെയില്. ഞങ്ങൾ കണ്ണടച്ച് പറയാം കേട്ടോ. ഞങ്ങൾ അടൂരെത്തി എന്നറിഞ്ഞതും കുക്കു ഉച്ചയ്ക്ക് എറണാകുളത്ത് നിന്ന് ട്രെയിൻ കയറിയിട്ടുണ്ട് ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടിയിട്ട്. അങ്ങനെ ആളിപ്പം ചെങ്ങന്നൂര് പറയുന്നത് കേൾക്കട്ടെ. ആളിപ്പോ ചെങ്ങന്നൂർ ആയിട്ടുണ്ട്. അല്ല, ചങ്ങനാശ്ശേരി ആയിട്ടുണ്ട്. ഞങ്ങൾ ഇനി ചെങ്ങന്നൂർ പോയിട്ട് വിളിക്കണം. അമ്മ അവിടെ ഒളിഞ്ഞു നോക്കുന്നു. കുക്ക് വരുന്നവരെ വെയിറ്റ് ചെയ്യുക. ഞങ്ങൾ വന്നപ്പോ ഇതൊന്നും കണ്ടില്ല. കുക്ക് വരുന്നത് കേട്ടപ്പോ തണ്ടി പെട്ടെന്ന് കൊണ്ട് അമ്മയൊക്കെ വരുന്നുണ്ട് അവിടെ പോയി വെയിറ്റ് ചെയ്യുന്നു. വേണ്ട, എടുത്തോ. നമ്മളിന്ന് സിനിമ കാണാൻ പോകുന്ന പേര് മതി കുക്കുവിനെ പറ്റിക്കും. നടക്കുമോ അറിയത്തില്ല. ഏയ്, അവളെ പറ്റിക്കാൻ പാടാ, അവക്കറിയാം. നിങ്ങളെ സുഖമല്ലേ? കുറെ നാളുകൾക്ക് ശേഷം നാട്ടിൽ വന്നപ്പോഴത്തേക്ക് ആൾക്കാരൊക്കെ നോക്കുന്നു, ഇവരൊക്കെ ഇവിടെ ജീവനോടുണ്ടോ, ഇവരൊക്കെ ഇവിടുന്ന് മാറിപ്പോയോ. പാർസലാണോ? പപ്പയ്ക്ക് വേണ്ടി ഇത് പാർസൽ വന്നിട്ടുണ്ട്. ഞാൻ പോയി ഒന്ന് മേടിച്ചിട്ട് പിടിച്ചേടി ഒന്ന്. ഇതിന്റെ കാശ് ഞാൻ കൊടുക്കേണ്ടി വരും മിക്കവാറും. നോക്കട്ടെ. പപ്പ അവിടെ വിളിച്ച് പറഞ്ഞു കാണും. അവിടെ രണ്ടുപേര് വന്നിട്ടുണ്ട്, അവരെ ഏൽപ്പിച്ചാൽ മതി. കാശ് അവർ മേടിച്ചോളൂന്ന്. വരുവേട്ടോ. ചേട്ടൻ കുറച്ച് തിരക്കിലാന്ന്. ഓക്കെ, ഞാൻ കൂളിംഗ് ഗ്ലാസ് വെച്ച് ചാടയൊന്നുമല്ല കേട്ടോ. എനിക്ക് വെയിലത്തോട്ട് നോക്കാൻ ഭയങ്കര പാടാ, അതുകൊണ്ടാ. ഇതാണ് ഞങ്ങളുടെ വീടിന്റെ ഫ്രണ്ടിലുള്ള അഭിലാഷ് ഹോട്ടൽ. ഏയ്, തോന്നുന്നേ ഇല്ല കേട്ടോ. അപ്പൊ ഞങ്ങൾ എന്തായാലും കാര്യമില്ല, നമ്മൾ ലേറ്റ് ആയി. വാ, നമുക്ക് പെട്ടെന്ന് ഇറങ്ങാം. ഇനി കുക്കുവിന്റെ നല്ല കിട്ടും കേട്ടോ. ഇതിപ്പോ കുക്കുവിനെ കാത്തു നിൽക്കുന്ന കള ലക്ഷണമാണ് ഷിജാമ്മയുടെ മുഖത്ത്. അമ്മ, കുക്കു എത്ര നാളെ ഇങ്ങോട്ടേക്ക് വന്നിട്ട്? അല്ല, പപ്പ നമ്മൾ വരുന്നത് ഇറങ്ങിട്ടെ 2 സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. ബില്ല് അവിടെ കൊടുത്താൽ മതി. പിന്നെ പിള്ളേർ കുക്ക് വന്ന് കാണിച്ചിട്ട് വിളിച്ചോണ്ട് പോകാം. കുക്ക് വരുന്ന വെയിറ്റ് ചെയ്തോണ്ടിരിക്കുവാണോ? കുക്ക് വരുന്ന നോക്കിയിരിക്കുവാണോ? അവൾ ആരാന്ന് നമ്മൾ മൈൻഡ് ചെയ്ത്. അതാണ് കുക്കു വന്നിട്ട് അഭിനയിച്ച് കാണിക്കും. ഷേരക്കുട്ടി വീഴരുത്. എന്റെ കണ്ണാടി ചീത്ത കേട്ടോ, മുഖത്തിരിക്കുന്നില്ല. എന്തുവാ കണ്ണാടി? എന്തുവാ? അന്ന് ദേഷ്യം വന്നപ്പോ കണ്ണാടി എടുത്ത് എറിഞ്ഞപ്പോ ഓർക്കണം. ഇല്ല, ഇത് വെച്ചോണ്ട് നടക്കും. ഇല്ലമ്മേ. സെറനെ കൊണ്ടുവന്നോ? എന്തുവാ ഇത് രണ്ടും കൂടെ? ഇച്ച വാ, കുക്കു വെയിറ്റ് ചെയ്യും. ഓക്കെ അമ്മ, ടാറ്റാ. ശരി ബീബി, ടാറ്റ. അവനെ കാറ് കയറ്റി വയ്ക്കേ. കയറിക്കോ. പിന്നെ നീയൊക്കെ എന്നെ കാറ് കയറ്റുന്ന ഹോസ്പിറ്റലിൽ കൊണ്ട് ഇഞ്ചക്ഷൻ തരാനല്ലേ എനിക്കറിയാന്ന്. എന്റെ അടുത്ത് 100 വട്ടം ഞാൻ പറഞ്ഞതാണ്, എന്തുവാ ദേഷ്യം വരുമ്പോ കണ്ണാടി എടുത്തെറിയരുത്. സ്വന്തം കണ്ണാടിയാന്നുള്ളൊരു ബോധം വേണം. 6500 രൂപയും കണ്ട് കൊടുത്തിട്ട് മേടിച്ചൊരു കണ്ണാടിയാ. മേടിച്ച് അന്ന് ഇങ്ങോട്ട് കയറി വന്നിട്ട് ഞങ്ങൾ എന്തോ ചെറിയൊരു വിഷയം ഉണ്ടായി.
കണ്ണാടി എടുത്തു ഒറ്റ അവള് വിചാരിച്ചു എന്റെ കണ്ണാടിയാണ്. അത് കഴിഞ്ഞിട്ട് ഓർത്തതാണ് അവളുടെ കണ്ണാടിയാണ്. സംഭവം കണ്ണാടി ഞാനടുത്ത് അങ്ങനെ എറിഞ്ഞതല്ല. എന്താന്ന് വെച്ചാല് ഞാനും ഇച്ചാനും കൂടെ വഴക്കൂടിയ സമയത്ത് ഈ പാക്കറ്റ് ഉണ്ടോ ചക്ക വറുത്തത്, ഇച്ചാ നീ പോടി ചക്ക വറുത്തെടുത്ത് ബാക്കിലോട്ട് പറ്റിയറി. ഞാൻ ബാക്കിൽ വലിയ ചാടിക്ക് കണ്ണാടി വെച്ചിരിക്കുകയായിരുന്നു. അപ്പൊ ചക്ക വറുത്തന്നെ പാക്കറ്റ് കയറി കണ്ണാടിയിൽ മുട്ടിയപ്പോ അതെന്റെ മുഖത്ത് കൊണ്ടു. അപ്പൊ ഞാൻ പെട്ടെന്ന് വിചാരിച്ചു എന്റെ കണ്ണില് കണ്ണാടി കൊണ്ടുവച്ചു. ഞാൻ പെട്ടെന്ന് എന്ത് ചെയ്തു, ഈ കണ്ണാടി ഇങ്ങനെ ഞാൻ ആ സ്പോട്ടിൽ ഞാൻ ഇങ്ങനെ കണ്ണാടി ഒരു എറിയോ എന്തോ ചെയ്തു. കാരണം എനിക്ക് കണ്ണില് സർജറി കഴിഞ്ഞ കണ്ണില്ലേ, പെട്ടെന്ന് കണ്ണിൽ കൊണ്ടുവന്ന് വിചാരിച്ചു. അപ്പൊ ആ സമയത്ത് എടുത്ത് എറിഞ്ഞപ്പോ കണ്ണാടി വീണത് തറയിലോ ഡാഷ്ബോർഡിലോ എവിടെയോ കയറി അത് പോയി ഇടിച്ചു. അങ്ങനെയാണ് കണ്ണാടി ചീത്ത, അല്ലാണ്ട് ഞാൻ എടുത്ത് എറിഞ്ഞത്. നീ കണ്ണാടി ചീത്ത ആക്കുന്നോണ്ട് എനിക്ക് വലിയ വിഷയമൊന്നുമില്ല. കാര്യം നിന്റെ കണ്ണാടി മേടിക്കാൻ പോകുമ്പോൾ എനിക്ക് കൂടെ മേടിക്കുമല്ലോ. വയറ് നേരമൊക്കെ അതെ, എന്റെ വയറില്ല മാത്രമാണ് കാര്യം. ഞാൻ നേരെ ഇരിക്കുമ്പോഴത്തേക്ക് അവരെന്നെ താഴാക്കും എങ്ങനെയെങ്കിലും. അത് മാത്രമല്ല, ഇജാൻ വണ്ടി ഓടിക്കുമ്പോൾ ഇങ്ങനെ കിടന്നുകൊണ്ടാണ് ഓടിക്കുന്നത്. ഈ സീറ്റിൽ എനിക്കിരുന്ന് ഡ്രൈവ് ചെയ്യാൻ പറ്റില്ല. കാര്യം ഞാൻ ഇങ്ങനെ മലർന്നതേ എന്നെ എടുത്തോ എന്നിട്ട് ഇങ്ങനെ കിടക്കുമായിരിക്കും. ഇനി അവിടെ ചെല്ലുമ്പോൾ കുക്കുവിനോട് വിളിച്ചു പറയാം ഞങ്ങൾ വരുന്നില്ലെന്ന്. അപ്പൊ അവൾ വായിലിരിക്കുന്ന നന്നായിട്ട് എനിക്ക് കേൾക്കേണ്ടി വരും. ഇജാൻ തന്നെ വിളിച്ച് പറയണം, ഞാൻ വീഡിയോ ഇതിനകത്ത് കേൾക്കാടി. ഓക്കെ ബൈ. കുക്കുവിനൊന്ന് വിളിച്ചു നോക്കാം. ഹേയ് സിറി, എവിടെ എന്തേ സിറി എന്തേ? ഹേയ് സിറി, ഹേയ് സിറി, ഹേയ് സിറി, പ്ലീസ് കോൾ കുക്കുമോൾ കി ജയ് ആൻഡ് പുട്ട് ഇറ്റ് ഇൻ സ്പീക്കർ. ഈ കുക്കു അതാ വിളിക്കണം. ഞങ്ങളൊരു 5 മിനിറ്റ് കൂടെ ഉള്ളു. ഇപ്പൊ എത്തോടി കായംകുളത്ത്? 5 മിനിറ്റ് കൂടെ ഉള്ളു. ഞങ്ങളിപ്പോ വടക്കത്ത് ഇതില്ലേ, അല്ല നീ ഇപ്പം കായംകുളത്ത് വരത്തില്ലേ? നീ കായംകുളത്ത് ഇറങ്ങിയോ ഇത്ര പെട്ടെന്ന്? അയ്യോ ചെങ്ങന്നൂരാണോ നീ? എടി ഞങ്ങള് കായംകുളത്ത് മറ്റേ ആ വഴിയാ പോയത്. അപ്പൊ ചെങ്ങന്നൂട്ട് ഇറങ്ങോ? അമ്മ കായംകുളത്ത് ഇറങ്ങുന്നത് ഇറങ്ങി നീ? ആണ്ടെ കുക്കോട് ചോദിക്കാം. അമ്മേന്ന് വിളിച്ചടി ലൈനിലാക്കി. നമുക്ക് 2 കൊടുക്കണമല്ലോ. അമ്മേനൊന്നും പറയണ്ടെന്നാ. ഓക്കെ. അല്ല അമ്മ കായംകുളത്ത് ഇറങ്ങി. അതടി അമ്മ കായംകുളത്ത് ഇറങ്ങി എന്റെ അടുത്ത്. അവള് കായംകുളത്ത് വന്ന് കാണുമെന്ന്. ആ പെട്ടെന്ന് വിട്ടോളാൻ പറഞ്ഞു. നീ എന്താ ചെങ്ങന്നൂർ ഇറങ്ങുന്നേ? സുഖമില്ലാത്തോണ്ടോ? എന്തോ എനിക്കറിയത്തില്ലായി. ഓക്കെ. അപ്പൊ നീ പിന്നെ അവിടെ ബസ് ഉണ്ടോ ഫ്രണ്ടില്? അല്ല അങ്ങനെയാണെങ്കിൽ കുക്കു ബസ് കയറി അടൂര് വന്നോട്ടല്ലേ? അടൂര് വരണമെന്നില്ല. അങ്ങനെയാണെങ്കിൽ നീ ബസ് കയറി അടൂർ വന്നോട്ടെ. ഞങ്ങള് അടൂര് വന്നോട്ടെ. പച്ചത്തറി ബീപ് സൗണ്ട്. അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നീ എന്തിനാ ഇന്നിപ്പോ വന്നേ? നീ വരില്ല എന്നല്ലേ പറഞ്ഞേ? ഞങ്ങൾ ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷന് തൊട്ടപ്പുറത്തുണ്ട്. ഒന്ന് വെയിറ്റ് ചെയ്യാം, ഞങ്ങൾ ഇപ്പൊ വരാവേ. കേട്ടോ? എന്തോ? അല്ലല്ലല്ല, ഞങ്ങൾ ഇപ്പൊ വരും. ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ 5 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്താൽ ഞങ്ങൾ ഇപ്പൊ വരാം കേട്ടോ. ആ ശരി ശരി. എപ്പോ എത്തണം? 50-ന്. 5 മിനിറ്റിലല്ലേ? 5 മിനിറ്റ്. ഞങ്ങളിപ്പോ വളവ് കഴിയുമ്പോ എത്തോടി ചെങ്ങന്നൂരാ. ആ നിനക്കറിയാലോ, അടുത്ത വളവ് തിരിഞ്ഞ കൊട്ടാരക്കരയാന്ന് പറഞ്ഞിട്ട് ഈ മനുഷ്യൻ എന്നെ കെട്ടിയേ. ശരി ശരി ഓക്കെ. നമുക്ക് കഴിക്കാൻ കയറാം. കുക്കു പ്രതിഷേധം കാണിക്കാനായിട്ട് ഒരു വീഡിയോ അയച്ചിട്ടുണ്ട്. ഞാനപ്പോ തിരിച്ചറിഞ്ഞ അയച്ചു. അത് കഴിഞ്ഞപ്പോൾ അവിടുന്ന് ഇങ്ങനെ ഒരു പുച്ഛഭാവം വന്നു. ഇപ്പൊ ഞങ്ങൾ ഒന്നുകൂടെ വിളിച്ചു പറയാൻ പോകുന്നത് അടുത്ത വളവിലെത്തുന്നു. ഞാൻ അപ്പോൾ തിരിച്ചൊരു കിണുക്കാച്ചി ലുക്ക് അയച്ചു കൊടുത്തു. അപ്പോൾ വീണ്ടും അവിടുന്ന് പൂജത്തിന്റെ അങ്ങ് വെച്ചു. അങ്ങനെ അവസാനം നമ്മളതേ ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. അവളുടെ വായിരിക്കുന്നൊക്കെ കേട്ടിട്ട് യെസ് ഗൈസ് നമ്മൾ എത്തിയിരിക്കുകയാണ്. കുക്കുനെ വിളിക്കാൻ പോവാന്നോ? വിളിക്കാം കേട്ടോ. ആ ഗ്ലാസ് ഇട്ടേ. ഈ ഗ്ലാസ് ഭയങ്കര ശബ്ദം. എത്ര നേരമായി നമ്മള് വന്നിട്ട്? ഏത് വഴിയാ വരുന്നേ?
അതാണോ കുക്കു? ആ വരുന്ന കുട്ടിയാണോ കുക്കു? ഞാൻ ചോദിച്ചു നോക്കട്ടെ, ദാ കേട്ടോ, എനിക്ക് മനസ്സിലാവാത്തോണ്ട്. വേറെ ഏതോ പെങ്കൊച്ചിനെ കുക്കു ആണെന്നൊക്കെ പറഞ്ഞിട്ട് ശരി ശരി, വാ, വാ, വാ. എന്ത് ഫ്രണ്ടില് നല്ല മറുപടി. ഇതെന്ത് ചെയ്ത് ഏത് വഴിയിലൂടെയാ വരുന്നേ? എവിടെ? അയ്യോ കർത്താവേ, നീ ഈ ചളുക്കോ പുളുക്കോ നടക്കാണ്ട് നേരെ നടന്നു അങ്ങനെ ഒരു അനങ്ങാണ്ട് നടന്നു വരും. ഇതെന്റെ ജീൻസ് അല്ലേ? ഒരു കാര്യം പറയട്ടെ, എന്താ ചേച്ചി ചേച്ചി ചേച്ചിയുടെ ഫാൻസ് ഇതുകൊണ്ട് അവിടെ എന്നെ കൈ കാണിക്കുന്നു. ആലി ചേച്ചിയുടെ അനീതിയല്ലേ? തമാശക്ക് എന്തോ ഒരു ചിരിക്കലാണ്. ഓക്കെ ബൈ ഗൈസ്, കണ്ടൊരു സന്തോഷം. അടുത്ത ട്രെയിൻ ഇവിടെ തന്നെ ഉണ്ട്, പൊക്കോളൂ. ശരി, ബൈ ബൈ ബൈ. ഓക്കെ 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 ഗൈസ്. എടാ മോനെ എല്ലാരും നോക്കുന്നു. ഒരു 10-100 രൂപ എടുത്തിട്ട് ഇതുവഴി കയറിയാൽ 10-100 രൂപ കൊടുത്ത കൊടുത്ത ഇതേ ഉള്ളൂ, പോ. ഇതേ ഉള്ളു പൊക്കോ. ഇനി നോക്കാം. വയ്യാത്ത ചേച്ചി അച്ഛനും പാപ്പു അതിനെ കേച്ചിക്കേ. ആൾക്കാര് നോക്കുന്നുണ്ട് കേട്ടോ. അയ്യേ, ഇതെന്തത് വീടോ? എന്റെ ഇതൊക്കെ ബാഗിലോട്ട് എടുത്തിട്ട് മാക്സിമം നോക്കുന്നുണ്ട് കേട്ടോ അടിക്കാൻ. Guys, ഞാൻ എത്തിയിരിക്കുന്നു guys. കർത്താവേ, നമ്മളിനി അങ്ങോട്ടാ പോന്നെ? വീട്ടിലമ്മ ചോറുണ്ടാക്കി വെച്ചിട്ടുണ്ട്. വീട്ടിൽ പോണ്ട. വർഷങ്ങൾക്ക് ശേഷം ഞാൻ കണ്ടു, ആവേശം ഞാൻ കണ്ടു, എല്ലാം കണ്ടു. ജയഗണേശ് കണ്ടില്ല. മാസം മാസം അമ്മ പറയുന്നുണ്ട്, മാസം മാസം നമുക്ക് ശമ്പളം ഒന്നും സേവ് ചെയ്യാൻ പറ്റുന്നില്ല. ഭയങ്കര കഷ്ടപ്പെട്ടാ ജീവിക്കുന്നത് ഇവിടെ. അതന്നെ, 10,000 രൂപയുടെ ഒറ്റയ്ക്കുള്ള ഒരു ഫ്ലാറ്റും. ഇപ്പൊ ഒറ്റയ്ക്കൊരു ഫ്ലാറ്റിലൊക്കെ മാറിയിട്ടുണ്ട് ആശാത്തി. പോലീസിനെ ഇടിച്ചിട്ട് മാറി നിൽക്കണം. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക്. അതോടെ കൂടെ അവള് വർഷങ്ങൾക്ക് ശേഷം കണ്ടു, ആവേശം കണ്ടു. ഇനി കാണാനുള്ള ജയ് ഗണേശ് ഇടി എടുത്ത് മാറ്റി ഇവിടെ കണ്ടിട്ട് മുട്ടായി ഇരിപ്പുണ്ട്. ഇവള് നിന്നെ എടുത്ത് തിന്നും. ആണോ വെച്ചേക്കാൻ ലോറിയിൽ പോവാ. മേടിച്ചു തരുന്നു പ്രത്യേകം. കളം കിട്ടിയതാ. അപ്പഴും ഞാൻ പറഞ്ഞ വേണ്ട എടുക്കണ്ടെന്ന്. തമാശ വേണ്ട. തമാശ ഞങ്ങൾ നാച്ചുറലായിട്ട് തമാശ പഠിക്കാൻ പഠിച്ചില്ലേ? ആവേശം കണ്ടായിരുന്നോ? അതിന്റെ ഡാൻസ് കണ്ടോ? കരിങ്കാളിയല്ലേ അതിന്റെ ഇടയ്ക്ക് വേറെ അതൊരു പൊളിയായിരുന്നു. വർഷങ്ങൾക്ക് അതിന്റെ മോനെ പിള്ളേരെ അടിക്കാൻ പോവാ. നമ്മള് വെച്ചതുപോലെ എനിക്ക് അതാ അധികം മൈൻഡ് ആയിരുന്നു അത് കേട്ടോ. പ്രോത്സാഹിപ്പിക്കണ്ട. അല്ല, വർഷങ്ങൾക്ക് ശേഷം എങ്ങനെയുണ്ട്? അത് മറ്റേ നിവിൻപോളി പൊളിച്ചു. മറ്റേ ഷിംബോലും. അല്ല, അതിന്റെ പേരെന്താ? സുരേഷ് ഗോപി. അല്ല, ബേസില് തൊട്ട് അങ്ങോട്ട് സൂപ്പർ ആയിട്ട് വന്നു. കോമഡി ആണോ? കോമഡി ഒന്നുമില്ല. ആ പടത്തില് കോമഡി ലാസ്റ്റ് എന്റെ നിവിൻപോളി കാണുന്നത്. അല്ല, കോമഡി പടം നിവിൻപോളി അല്ലല്ല. ഈ കൂറ എന്റെ അടുത്ത് പറഞ്ഞ കോമഡി പടം. അത് ആദ്യം തൊട്ട് അവസാനം വരെ കോമഡിയാണ്. ഒന്നുമില്ല ചിരിക്കാം, നമ്മൾ ഇങ്ങനെ ഇരിക്കും. സസ്പെൻസ് ആണോ? ഒരു സസ്പെൻസ് ഇല്ല. ട്രെയിലറാണോ? ഇല്ല. പിന്നെ കോമഡി ഇല്ല, സസ്പെൻസ് ഇല്ല. അതില്ല, അതൊരു ഇങ്ങനെ സോഫ്റ്റ് ആയിട്ട് പടമാണോ? ഫാമിലി പടമല്ല, സോഫ്റ്റ് ആയിട്ട് പോകുന്ന ഒരു കഥയാണ്. നിനക്കൊരു വ്ലോഗ് സ്റ്റാർട്ട് ചെയ്തു. സിനിമയെ പറ്റി ഇങ്ങനെ ഒരു ജനറൽ ആദ്യമായിട്ട് സോഫ്റ്റ് ആയിട്ട് പോകുന്ന പടം. ജയ് ഗണേശ് കണ്ടില്ല? അത് കണ്ടാലോ നമുക്ക്? ജയ് ഗണേശ് കാണാം, പക്ഷെ അത് വേണ്ട, കുഴപ്പമില്ല, നീ വേണ്ട. ഞങ്ങൾ വർഷങ്ങൾക്ക് ശേഷം കാണാം. വർഷങ്ങൾക്ക് ശേഷം കണ്ടാൽ എന്ത് ആവേശം കാണാം. ഞാൻ 2 വട്ടം പോയി കണ്ടു.
ഇനി എന്തായാലും നിന്നെ കൊണ്ടുവന്നില്ല. ഞങ്ങള് നല്ലതാണോ? പോവാണെങ്കിൽ സി സിനിമാസിൽ പോണം. പിടിക്കുന്ന പോലെ അങ്ങ് ഇരിക്കും. ഹലോ ഗൈസ്, ഗൈസ്, ഈ കണ്ണ് കുടിച്ചിട്ടുണ്ടോ? ചുവന്നിരിക്കുന്നു. ഇത് വ്ളോഗിയല്ലേ? ഇപ്പൊ എന്നെ എടുക്കേണ്ടി വരുവേ. എന്തുവായത്? എന്റെ ശേരമോൻ എവിടെ കയറി അറിയത്തില്ല. അയ്യോ എന്താണ് എടുക്കാന് ഒന്നും എടുത്തേ. ട്രാപ്പ്. നിനക്ക് വല്ല ആവശ്യമുണ്ടോ? മര്യാദക്ക് ഇരുന്നാ പോലായിരുന്നു. അവളുടെ വായി പോയി കിടന്ന് തുള്ളിച്ചാടിയോണ്ടല്ലേ ഈ പ്രശ്നം. എനിക്കെടുക്കാൻ ഒക്കത്തില്ല. എന്താ മോനെ? നീ താഴെ ഇറങ്ങി. താഴെ ഇറങ്ങി. ഞങ്ങള് വേണ്ടെങ്കിലും ഇടും ഇപ്പൊ ഇൻഡിക്കേറ്റർ. എടുക്കണോ? 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 എന്തുവാ മതി പോ കയറിയാത്ത. അവൻ സമ്മതിക്കത്തില്ല കേട്ടോ. പപ്പ കളർഫുൾ ആണല്ലോ. ഇത് ഇവിടെ നിന്ന് കിട്ടിയ കുറെ ടീഷർട്ടുകൾ ഇറക്കിയിട്ടുണ്ടല്ലോ. വേണ്ട വേണ്ട വേണ്ട, അമ്മ കിട്ടി പിടിക്കണ്ട. അമ്മ വേണ്ട. പോയി സ്കോർ ചെയ്യടി. അയ്യോ മാറി കടിയത്. കൂളിംഗ് ഗ്ലാസ് വെച്ചിട്ട് കഷ്ടപ്പെട്ടിട്ട് കുഞ്ഞു നോക്കും. ഡബിൾ ക്യാം ഷൂട്ടിംഗ് ആണോ? അയ്യോ രക്ഷിക്കണേ. നിനക്ക് ഇത് ഈ സൈസ് ഉടുപ്പേ ഉള്ളോടി. കയ്യില് ചോറ് പോയി കണ്ടോ? ഞാൻ ചുരിദാർ കണ്ടോടി കണ്ടു പഠിക്കാം. എന്നാലും നീ പഠിക്കത്തില്ല. കാണാൻ പറ്റുമോ?
കാണുന്ന ഇത് എന്തോ അത് ചട്ടയാണോ? ഞാൻ ചുരിദാർ ഇട്ടേക്കുന്നെ. നിനക്കെന്തോ പ്രശ്നോ? നിനക്കെന്തോ ഇതിനൊക്കെ? മോളെ ഇതേലെ എന്ത് പാന്റ് വേഷമാ അമ്മ ഇത്? ഇത് എവിടുന്ന് കിട്ടും ഇത് ഇതേലെ എവിടുന്ന് പാന്റ്? കിട്ടും ഈ പാന്റൊക്കെ? എന്ത് വേഷം വെക്കും? ഇത് ഇങ്ങനെയാണോ അമ്മ നടക്കുന്നെ? ദാ, എല്ലാം കാണാം. ഇത് എന്ത് വേഷമാ ഇത്? ഞാൻ കണ്ടുപിടിക്കട്ടെ. കണ്ടുപിടിക്കട്ടെ. കരുമാറട്ടെ. I love you പറഞ്ഞിട്ട്. വേണ്ട വേണ്ട ഇനി ഇങ്ങനെ ഐ ലവ് യു പറയണ്ട. അച്ഛന് വേണ്ട 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 എന്നെ വിട്ടേക്കാവോ? ഞാൻ വേണ്ട 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 വേണ്ട. ഇത് ഞാൻ സത്യം അത് ഓർത്തുകൊണ്ടാണ് ഞാനിപ്പോ നോക്കിയിട്ടുള്ളത്. എന്താ ഈ വണ്ടി ഓടിക്കുന്നതേ ഇതും വെച്ച് കണ്ണ് കാണുമെന്ന് അറിയാൻ അവിടെ ഇത് പിടിച്ചു പറിച്ച് ഞാൻ വെച്ച് നോക്കിയതാ. കാണുന്നില്ലല്ലോ. കാണുന്നുണ്ട് പക്ഷെ മങ്ങലുണ്ട്. അമ്മ ഇനി ആ സ്ഥിരമാക്കിക്കോ. സൂപ്പറാ. ഞാൻ ഇന്നാള് ഇങ്ങനെയാണ്. അല്ല അങ്ങനെ കുഴപ്പമില്ല മക്കളെ. എനിക്ക് അത്ര പ്രശ്നമൊന്നുമില്ല. ഇത്ര പ്രശ്നമൊന്നുമില്ല. സ്റ്റൈലായിട്ടുണ്ട്. ആണോ? സൂപ്പറാ. രംഗണ്ണനായിട്ടുണ്ട്. എടാ മോനെ. കുഴപ്പമില്ല. മക്കളെ പണ്ടും കൂടെ മതി. ഇനി ഞാൻ എല്ലാരും ഇങ്ങനെ കൊതിച്ചിരിക്കുവായിരുന്നു. ഞാൻ എന്ത് ചെയ്യുന്നു ഞാൻ വന്നു. അപ്പം ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാറായിട്ടുണ്ട്. എല്ലാവരും നിനക്ക് ഒരു ഫോട്ടോ എടുക്കാം ഇങ്ങനെ. ഡോണ്ട് ടച്ച്.